വെൽഫെയർ പാർട്ടി മലപ്പുറം മണ്ഡലത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മലപ്പുറം പാർലമെന്റ് മണ്ഡലവും മലപ്പുറം ജില്ലയും ഈ പ്രദേശവും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വികസന രംഗത്തെ അപര്യാപ്തതകളെക്കുറിച്ചും അവഗണനകളെക്കുറിച്ചുമാണ്. വിദ്യാഭ്യാസ രംഗം അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ്. തെക്കൻ ജില്ലകളിൽ കുട്ടികൾ ഹയർ എഡ്യൂക്കേഷൻ രംഗത്ത് സൗകര്യങ്ങൾ ഒരുപാട് അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഉപരിപഠനം ആഗ്രഹിക്കുന്ന മലപ്പുറം ജില്ലയിലെയോ ഈ പ്രദേശത്തെയോ വിദ്യാർത്ഥികൾ വലിയ സംഖ്യ ചെലവഴിച്ചുകൊണ്ട് സ്വാശ്രയ സ്ഥാപനങ്ങളെ, അതും ഇതര സംസ്ഥാനങ്ങളിലുള്ള സ്വാശ്രയ സ്ഥാപനങ്ങളിലേക്ക് പോകേണ്ടി വരുന്നു എന്നതാണ് ഒരു ഇഫ്ലുയിൽ സർട്ടിഫിക്കറ്റ് കോഴ്സുകൾ മാത്രമാണ് ആരംഭിക്കാൻ കഴിഞ്ഞത്. അലിഗർ ഓഫ് ക്യാമ്പസിൽ 120 കുട്ടികളുമായി തുടങ്ങിയത് LLB MBA പോലെയുള്ള കോഴ്സുകൾ മാത്രമാണ് ഇപ്പോഴുള്ളത്. 2 ക്യാമ്പസുകളും, അലിഗർ ഓഫ് ക്യാമ്പസും ഇഫ്ലു ക്യാമ്പസും എല്ലാം പുതിയതായി തെരഞ്ഞെടുക്കാൻ പോകുന്ന കേന്ദ്ര മിനിസ്ട്രിയുടെ ദാക്ഷിണ്യത്തിന് വിധേയമായി ഇനി മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളൂ എന്ന അവസ്ഥയിലാണുള്ളത്. മഞ്ചേരിയിലെ അപര്യാപ്തതകളിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ജില്ലാ ആശുപത്രിക്ക് സൗകര്യങ്ങൾ ഒട്ടും വികസിപ്പിക്കാതെ മെഡിക്കൽ കോളേജ് എന്ന ബോർഡ് മാറ്റുക മാത്രമാണ് ഭരണ നേതൃത്വത്തിലുള്ളവർ ചെയ്തത്. വിശിഷ്യ ജില്ലയിൽ മുസ്ലിം ലീഗ് പോലെയുള്ള സംഘടനകൾക്ക് മന്ത്രിസഭയിലും ഒക്കെ അസംബ്ലിയിലുമൊക്കെ വലിയ പ്രാതിനിധ്യമുണ്ടായിരിക്കെ സംഭവിച്ച ഒന്നാണ്. സ്വാധീനമുണ്ടായിട്ട് പോലും അതിനെതിരിൽ ശബ്ദമുയർത്തപ്പെടാൻ പോവുകയും ചെയ്തു എന്നതാണ്. ഇന്ദിരാ ആവാസ് യോജനയിൽ ഏതാണ്ട് 21,588 വീടുകൾ ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി നീക്കിവെച്ചിരുന്നു. ഏറ്റവും അവസാനത്തെ ഉദാഹരണം നിതാഖത്ത് എന്ന് പറയുന്ന സൗദിയിൽ നിലനിൽക്കുന്ന നിയമത്തിന് വിധേയമായിക്കൊണ്ട് എല്ലാം നഷ്ടപ്പെട്ട് തിരിച്ചു പോരേണ്ടി വന്ന പ്രവാസികളോട് എയർ ഇന്ത്യ കാണിച്ചുകൊണ്ടിരിക്കുന്ന ക്രൂരതയുണ്ട്. എയർപോർട്ട് അതോറിറ്റിയുടെ ക്രൂരമായ ചൂഷണങ്ങൾ വേറെയും നടന്നുകൊണ്ടിരിക്കും. ഇതിൽ നിന്ന് നിതാഖത്ത് ബാധിച്ച് മടങ്ങിയ പ്രവാസികളെ രക്ഷപ്പെടുത്താനുള്ള ഒരു ശ്രമവും ഭരണരംഗത്ത് സ്വാധീനമുള്ള പാർട്ടികളിൽ നിന്നോ നമ്മുടെ സിറ്റിംഗ് MPയിൽ നിന്നോ ഉണ്ടായിട്ടില്ല എന്നതാണ് വലിയ ദുര്യോഗം. സ്ത്രീകളും പുതിയ തലമുറയിലെ കുട്ടികളും ന്യൂ ജനറേഷൻ വോട്ടേഴ്സും തീർത്തും അസംതൃപ്തരാണ്. ഏതെങ്കിലും ഒരു പാർട്ടിക്ക് വേണ്ടി ജീവിതകാലം മുഴുവൻ പണയപ്പെടുത്തുക എന്നിടത്തുനിന്ന് മാറി കാര്യങ്ങളെക്കുറിച്ച് പഠിക്കുകയും വിശകലനം ചെയ്യുകയും ആരോഗ്യകരമായി പ്രതികരിക്കുകയും ചെയ്യുന്നു എന്നതാണ് പുതിയ ജനറേഷന്റെ പ്രത്യേകത. അവര് അസ്വസ്ഥരാണ് എന്നതിന്റെ കാരണം ഒരുപാട് കാലങ്ങൾ പിന്നിടുമ്പോഴും പഴയ പല്ലവികൾ പാടുക എന്നതിൻ്റെ അപ്പുറം, തത്വങ്ങളിൽ നിന്നുകൊണ്ട് മാത്രം സംസാരിക്കുക എന്നതിൻ്റെ അപ്പുറം പ്രയോഗത്തിൽ രചനാത്മകമായ രീതികൾ പാർട്ടികളിൽ നിന്ന് ലഭിക്കുന്നില്ല എന്നതാണ് അവരെ അസ്വസ്ഥപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. മറ്റൊന്ന്, ദലിതുകളുടെയും ന്യൂനപക്ഷങ്ങളുടെയും ആദിവാസികളുടെയും ഒക്കെ വിഷയം വല്ലാതെ ഭീതിജനകമാമിതം അസ്വസ്ഥമാണ്. സൂചിപ്പിക്കാൻ കാരണം ജനങ്ങളോട് ഉത്തരവാദിത്തമില്ലാത്ത, പ്രതിബദ്ധതയില്ലാത്ത ഭരണകൂടങ്ങളും നേതാക്കളുമാണ് നമുക്കുള്ളത്. തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോഴല്ലാതെയൊക്കെ കുറേ വാഗ്ദാനങ്ങൾ ചൊരിയുകയും അതിൻ്റെ അപ്പുറം ആ വാഗ്ദാന പൂർത്തീകരണത്തിന് ക്രിയാത്മകമായ നടപടികൾ സ്വീകരിക്കാതിരിക്കുകയും ചെയ്യുക എന്നതാണ്. ആദിവാസി ന്യൂനപക്ഷങ്ങളിൽ നിന്ന് തന്നെ വളർന്നു വരികയും പാർട്ടി ആ അർത്ഥത്തിൽ അവളെ വളർത്തുകയും നേതൃത്വം ഏൽപ്പിക്കുകയും ചെയ്തുകൊണ്ട് അവർക്ക് വേണ്ടി അവർ ഭരണം നടത്തുന്ന കാര്യങ്ങൾ കൈയാളുന്ന ഒരവസ്ഥ സൃഷ്ടിക്കണമെന്ന് പാർട്ടി ആഗ്രഹിക്കുന്നു. ജീർണമായ രാഷ്ട്രീയത്തിന് മധ്യേ ജനവിരുദ്ധ വികസനങ്ങൾക്കെതിരിൽ മനുഷ്യപ്പറ്റുള്ള ഒരു രാഷ്ട്രീയമാണ് വെൽഫെയർ പാർട്ടി ഉയർത്തിക്കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നത്. ആ രാഷ്ട്രീയത്തിന് ശക്തി പകരാൻ സമൂഹത്തിന് ബാധ്യതയുണ്ട്. നിങ്ങളെപ്പോലെയുള്ള മനുഷ്യ സഹോദരന്മാർക്കും സഹോദരിമാർക്കും ബാധ്യതയുണ്ട്. ആ സംഘശക്തിയുടെ വളർച്ച എന്ന് പറയുന്നത് പ്രയാസങ്ങൾ അനുഭവിക്കുന്ന മനുഷ്യരുടെ പ്രശ്ന പരിഹാരത്തിലേക്കുള്ള വഴി കൂടിയാണ് എന്ന് വെൽഫെയർ പാർട്ടിയുടെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരുന്നു കൊണ്ട് നിങ്ങളോട് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്.
അതുകൊണ്ട് വരുന്ന പാർലമെന്റ് ഇലക്ഷനിൽ പാർട്ടി സ്ഥാനാർത്ഥികൾക്ക് വിശിഷ്യ ഈ മണ്ഡലത്തിൽ എനിക്ക് അനുകൂലമായി നിങ്ങളുടെ വോട്ട് രേഖപ്പെടുത്തണമെന്നും മാൻഡേറ്റ് രേഖപ്പെടുത്തണമെന്നും വളരെ വിനീതമായി അപേക്ഷിക്കുക.